ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഒട്ടും എണ്ണയൊന്നും വേണ്ടാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അരി ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു 1.25 കപ്പ് നേരിയരിയാണ് എടുക്കുന്നത്. പച്ചരി വെച്ചിട്ടും ഈ സെയിം സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. നേരിയരി വെച്ചാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേങ്കിൽ നിങ്ങൾ ഈ ക്വാണ്ടിറ്റിയിൽ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ 1.25 കപ്പ് അരി എടുത്താൽ മതിയാവും. അതിനിപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ്, പിന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, പിന്നെ ഒരു അരമുറി നാരങ്ങയും കൂടി ഇടുന്നുണ്ട്, നീര്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന്. ഇതൊരു അരമണിക്കൂറെല്ലാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചുകൂടി മസാലയെല്ലാം ഇറങ്ങിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ 4 മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ അരി ഒന്ന് അരച്ചിട്ടെടുക്കലാന്ന്. അതിനായിട്ട് ഞാൻ ഈ അരി മൊത്തം വെള്ളയിൽ ഊറ്റിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു അരമുറി ഉള്ളി മുട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു കപ്പ് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനിയിലേക്കൊരു 1 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വലിയ ജീരകം. എല്ലാം കൂടി നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കലാന്ന്. അപ്പോൾ ഞാൻ അരച്ചിട്ട് ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ല ലൂസ് ബാറ്ററായിട്ടാണ് വേണ്ടത്. നമ്മുടെ ദോശമാവിനെക്കാട്ടി കുറച്ചുകൂടി ലൂസാക്കിയിട്ട് വേണം ഇതെടുക്കാൻ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഗീയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 2 വലിയ ഉള്ളി ഇട്ട് കൊടുത്തിന്. പിന്നെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചെറുങ്ങനെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ ഉള്ളിയെ നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കലാന്ന്. ഇതിലേക്ക് ആവശ്യമായ മസാല പൗഡറെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ടെടുക്കലാന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇളക്കിയെടുക്കുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കിയിട്ടെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ പൊടികളെല്ലാം പെട്ടെന്ന് അങ്ങ് അടുക്ക് പിടിച്ചു പോവും. ഇനിയിപ്പോൾ ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിന് അത് രണ്ടും അങ്ങ് വിട്ടുപോയി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുത്തതാണ്. അതും കൂടി ആയിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ നമ്മുടെ മസാലയുടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ മസാലയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുക്കുന്നത്. അതിൻ്റെ ചുറ്റും നല്ലോണം ഒന്ന് ഇനിയിപ്പോൾ ഒരു ആവിപ്പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലോണം ഒന്ന് ആവി കയറിയിട്ടാകുമ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ അരി ഒഴിച്ച് കൊടുക്കലാന്ന്. അപ്പോൾ അടിഭാഗമില്ല, നല്ല കട്ടി തന്നെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കലാന്ന്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതിലേക്കൊരു കയ്യിൽ അരി ഒഴിച്ചു കൊടുക്കുക. ഇനി അരി ഒരു കയ്യിൽ മതി കേട്ടോ, നേർങ്ങനെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ സെയിം തന്നെ നമുക്ക് മൊത്തത്തിൽ അങ്ങനെ ഒഴിച്ചിട്ട് മസാല തീരുന്നവരെ ഒഴിച്ച് കൊടുത്ത് പിന്നെ മസാല ഇട്ട് വീണ്ടും പൊത്തി വെച്ചിട്ട് ഒരു 4 മിനിറ്റെല്ലാം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്ത് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ആക്കി കൊടുക്കലാന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമുക്ക് കുറച്ച്
മസാല മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയൊക്കെ ആയാലില്ല, പിന്നെ ഒരു അരമണിക്കൂർ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ അരമണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്നാക്സ് ഇവിടെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ചൂടോടെ തന്നെ ഡിമോൾഡ് ചെയ്യാൻ വേണ്ടി നിൽക്കാറ്. നല്ലോണം തണിഞ്ഞിട്ടാകുമ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാവും. അപ്പോൾ അതാ ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പാത്രത്തിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ അതാ കണ്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സായത്. അപ്പോൾ ഓയിലൊന്നും ഫ്രൈ ചെയ്യാണ്ട് മൈദയൊന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിട്ടൊക്കെ വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല ഹെവിയാണ്. ഒരു പീസൊക്കെ തിന്നാൽ തന്നെ വയറൊക്കെ ഫില്ലാവും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.